ഹായ് ഹലോ ഞാൻ നിഖില നാസി. സോ ഇന്നത്തെ ഒരു എന്താ പറയല് ഒരു മിനി വ്ളോഗ് കാണാം കേട്ടോ. സോ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് കൈസ്. എവിടെന്ന് വെച്ചാൽ മല്ലേ പയ്യ പറഞ്ഞുതരാം. സോ ഇതാ ഉറക്കിൽ എണിച്ചിട്ട് പോകുന്നില്ല എന്നിട്ട് രാവിലെ എണിച്ചിട്ട് 6 മണിക്ക് എണിച്ചത് കൈസ്. 5:05 എൻ്റെ പൊന്നെ ആ ഉറക്കിൻ്റെ ക്ഷീണം ഇന്നും പോയിട്ട്. പക്ഷേ ഇങ്ങനെ രാവിലെ പോകുമ്പോൾ നല്ല രസമായിട്ടാണ്. ക്ലൈമറ്റെല്ലാം അടിപൊളി, ഒരു തണുപ്പ് കാറ്റും. ഞാൻ ഇപ്പോൾ സ്കൈ കാണിച്ചാൽ എന്താ രസം എന്നറിയാം. നിങ്ങൾ കണ്ടതാ എന്തോ രസം. ഇത് ഇങ്ങനെ നോക്കിക്കോണ്ട് ഇങ്ങനെ പാട്ടും വെച്ചിട്ട് പോകാൻ നല്ല രസമാണ്. പിന്നെ കുറേ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല ഇത്. പിന്നെ ഇത് എൻ്റെ മുഖത്തിൽ കുറച്ച് എക്സ്ട്രാ ബൾബിൽ പൊന്തിട്ടുണ്ട് കഴിച്ച് എന്തെന്നറിയില്ല. ഇപ്പം ഞാൻ പ്രത്യേകിച്ചിട്ട് സ്കിൻ കെയർ ആയിട്ട് ഒന്നും ഒരു മണ്ണം കെട്ടിയാക്കുന്നില്ല. ഓർമ്മ വന്നെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടും, അതല്ലാതെ വേറൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് എല്ലാം വന്നിട്ടുണ്ട്. കുരു ഒന്നൊന്നല്ല നിറച്ച് വന്നിട്ടുണ്ട്. സോ എന്താ പറയുക, ഇനി സ്കിൻ കെയർ എല്ലാം സ്റ്റാർട്ടാക്കണം. പിന്നെ അത് പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടാണ് നമ്മൾ എനിക്ക് അപ്പോൾ ചായ വേണത് കൊണ്ട് വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നുമില്ല. പക്ഷെ തിന്നാതിക്കാൻ വിടിയില്ല. അങ്ങനെ ഇതാ സമോസ എടുത്തിട്ട് കഴിച്ചിട്ടാണ് ഞാൻ. പിന്നെ ഇത് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പം എൻ്റെ കൈമ കിട്ടിയത് എന്ത് ബൂസ്റ്റ്. ഇത് കിട്ടിയാൽ പിന്നെ സ്വർഗ്ഗമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എനർജി വന്നോളൂ. പിന്നെ അതും തിന്നിട്ട് നമ്മൾ നേരെ വിട്ടിട്ടാ. അപ്പം ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെത്. പിന്നെ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണുന്നത് സ്ഥിരം സ്ഥലമാണ് ഹോസ്പിറ്റൽ. ഇത് വേറെ കാര്യം. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ ഹോസ്പിറ്റൽക്കാർക്ക് ഒരു മടി. പിന്നെ മടി എന്നല്ല, അവർക്ക് നമ്മളെ മിസ്സാവില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനല്ല പോകും. അവർക്ക് സുഖം ഉണ്ടായില്ലേ എന്നല്ല പറഞ്ഞാൽ അവരെ ഹെൽത്ത് അന്വേഷിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. സോ അങ്ങനെ ഇന്ന് പോയതാണ് നമ്മൾ കണ്ണൂരിലേക്ക്. നമ്മൾ മാറ്റിപ്പിടിച്ച്. പക്ഷെ നമ്മൾ ആരെയും ഹെൽത്ത് അല്ല കേട്ടോ, നമ്മളെല്ലാം ഓക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കസിൻ്റെയൊക്കെ വന്നിട്ടുള്ളത്, ഫാമിലിത്തെ അവരോട് കൂടെ വന്നിട്ടുള്ളത്. അങ്ങനെ എൻ്റെ സുന്ദര കുട്ടനയുടെ ഫുള്ള് ഭയങ്കര അവരുടെ ഡിസ്കഷൻ ആക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതല്ല, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ളതല്ല, നമ്മൊരു ലാബിലുള്ളത് കേട്ടോ. ഓൾറെഡി എന്താ പറയുക, ബ്ലഡ് ചെക്കപ്പ് അങ്ങനെ ഇങ്ങനെ കുറേ ചെക്കപ്പ് ഇനി തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ തന്നെ അവിടെയുള്ള ഒരു ലാബിൽ നോക്കിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ ലാബ് നോക്കിയിട്ടാണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ ലാബിൽ ആ ടെസ്റ്റ് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ കണ്ണൂരിൽ തന്നെ വിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ബൾബ് പൊന്തിയത് ഞാൻ നോക്കുന്നില്ലത് കഴിച്ച് ഞങ്ങൾക്ക് ബേജാറുന്നുണ്ട്. എത്ര വലിയ പെട്ടെന്നിട്ടാ എൻ്റെ ഫേസ് ഫുള്ള് ദിവസം ഇങ്ങനെ ചൊറിയാനെല്ലാം സ്റ്റാർട്ടായി. 2 ദിവസം ഫുള്ള് ചൊറിഞ്ഞിട്ട് അത് വന്നത് കേട്ടോ. ഫുള്ള് എന്താ പറയുക, ചങ്കിൻ്റെ അടിയിലും മുഖം ഫുള്ള് അത് താടിയെല്ലാം മൊത്തത്തിൽ ചൊറിഞ്ഞിട്ട് ആ ചൊറിഞ്ഞിട്ടായ സംഭവം എന്നറിയില്ല. പക്ഷേ എല്ലാം ബൾബ് പൊന്തിയിട്ടുണ്ട്. ഏടേടെന്ന് നമുക്കറിയില്ല. കണ്ട് നിങ്ങൾ കണ്ട എത്ര ബേജാറുണ്ടെന്നറിയാം. പിന്നെ അതിനിടയിൽ നമ്മളെ പട്ടിഷോ നമ്മൾ നിർത്തിക്കില്ലല്ലോ. പിന്നെ അതിനിടയിൽ ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ചെറിയൊരു ടിന്നുണ്ട്, അത് ഞാൻ പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് പോയത്. ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മളെ പിന്നെ ചുണ്ടിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് എക്സ്ട്രാ അങ്ങനെ കൊണ്ടുവന്നിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടിടുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തി. ഇവിടെ വന്ന് പിന്നെ എന്താ പറയുക, ഇത് കേട്ടോ ഹോസ്പിറ്റൽ. എങ്ങനെയുണ്ട് കാണാൻ പോരല്ല എന്നാ പാങ്ങട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ട് കുറച്ച് നേരം എന്താ പറയുക, നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ടോന്നറിയില്ല. പക്ഷേ ആരും ഉണ്ടായിട്ടാ, അവർ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ടൈം എടുത്ത് അങ്ങോട്ട് പോയി ആകുമ്പോഴത്തേക്ക് എത്തി. പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് പറഞ്ഞാൽ അവർ നമ്മളെ മെല്ലെ തട്ടിയിട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ തപ്പലി എൻ്റെ ഓനെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് എവിടെ പോയി എന്നറിയില്ല. പിന്നെ അത് നേരെ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിട്ടാ. ഞാൻ കുറേ നേരം തപ്പി. പെട്ടെന്ന് ഉണ്ടായ ആൾ പെട്ടെന്ന് കാണാതാകുമ്പോഴത്തേക്ക് ഞാൻ നീട്ടി. പിന്നെ ആരൊന്നും കൊണ്ടുപോയില്ലൊന്നുമില്ല കേട്ടോ. അത് എന്നെ വിട്ടിട്ടായിട്ട് പോയില്ല. സോ അതുകൊണ്ട് അത്ര ധൈര്യമുണ്ട്. പിന്നെ കുറേ നേരം അങ്ങോട്ടും കുറേ നേരം തപ്പിക്കളിച്ച്. പിന്നെ മനസ്സിലായി എന്താ പറയുക, ഇയാൾ വാഷ്റൂം പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കുറേ നേരം വെയിറ്റ് ആക്കിയ ശേഷം എൻ്റെ അവനെ കിട്ടി ഗായ്സ്. എന്താ പറയുക, അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഇനി ഫുഡ് എന്തുണ്ടാവും എന്നുള്ള ഒരു സംശയം ഇല്ലാതില്ല. കുറച്ച് നേരം അവിടെ ഹോട്ടൽ തപ്പി. അടുത്തുള്ള തന്നെ ഒരു ഹോട്ടൽ എന്താ പറയുക കിട്ടിയിട്ടാ. സോ അവിടെ പോകുന്നുള്ളത്. അതിനിടയിൽ ഈ ബബ്ലിഗം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആടി ചവക്കുന്നുള്ളത്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ എന്ത് വേണം എന്നുള്ള ചോദിച്ചു. പക്ഷേ എനിക്ക് തിന്നേണ്ട ഒരു മൂടില്ല കേട്ടോ. എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. പക്ഷെ വേറെ എന്തെല്ലോ തിന്നാൻ തോന്നും. പക്ഷേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ദോശ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അതിനിടയിൽ നമ്മൾ എന്താ പറയുക, പൂരിയും എന്തോ മുട്ടക്കറി പറഞ്ഞ് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഉഴുന്ന് ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും
എന്നല്ല പറഞ്ഞിച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ കാണുമ്പോൾ കണ്ടതിങ്ങോ. പക്ഷെ ഇതല്ല ടേസ്റ്റ് ഉള്ളത്. എന്തെന്നറിയോ, എൻ്റെ പൊന്നു ഗായ്സ്, അത് വൈറ്റ് കളർ ചമ്മന്തിയല്ലേ, പക്ഷെ എല്ലാം വയറും കണ്ണും മൂക്കും എല്ലാം കത്താൻ തുടങ്ങിയിട്ടാ. എന്ത് റിവ്യൂ പഠിച്ചോനെ. അത് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് എന്താ പറയുക, എൻ്റെ മൂഡ് പോയിട്ടുണ്ടായിന്. തിന്നാണ്ട് എല്ലാം മൂഡ് പോയിട്ടുണ്ടായിന്. ഒരു ബൈറ്റ് എടുത്ത് പിന്നെ ഞാനിങ്ങനെ ഉരുട്ടി കുറേ വട്ടം ഞാൻ ഉരുട്ടി കളിച്ച്. രണ്ടാമത്തേത് എങ്ങനെയല്ലോ പോയി. ഭയങ്കര എരിവ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ചമ്മന്തി വേറൊന്നും അറിയില്ല. പിന്നെ ഞാൻ അത് അടന്നെ വെച്ച് പിന്നെ ഒരു പൂരിട്ട് തന്ന്, അതും ഒരു മുട്ടേന്ന് തോന്നി. അപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫുള്ളായി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നില്ല കേട്ടോ. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന് ഇക്കക്ക്. എന്നെ കാണിക്കുന്ന ഇടയെന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി എറണാകുളം കാണിക്കുന്നില്ല ഇതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയായി 4 months അങ്ങനെ എന്തോ ഇഞ്ചക്ഷൻ വെക്കാൻ പോവാതെ. എന്താ വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഇഞ്ചക്ഷൻ. ഞങ്ങൾക്കൊരു 100-150 ഇഞ്ചക്ഷൻ ഉണ്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട്. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് കോഴ്സ് ഞാൻ പോയിട്ടാ. അതുകൊണ്ട് ഒക്കെ പറഞ്ഞു ഇവിടെ കാണിച്ച് നോക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷനുള്ള ഏതും ഞാൻ ഇല്ല. സോ അപ്പോൾ പിന്നെ എനിക്ക് കുറേ പറഞ്ഞ് നീ കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ കാണിക്കുമ്പോൾ ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് പേടിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ്റെ പേടിയല്ല കേട്ടോ, ഇത് ഒന്നിച്ചിട്ട് ഇത്രണ്ണം കുത്തുന്നെന്ന് പറയുമ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ സഹിക്കാൻ ഓർക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടല്ലോ. അതായത് എപ്പോഴും എൻ്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ടുണ്ടോ പെട്ടെന്നായിരിക്കും അടുത്ത അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടാവില്ല നമ്മൾ, അത് ഓർമ്മയുണ്ടായില്ല. അപ്പോൾ ഉമ്മ പറയും നാളെ മറ്റന്നാ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് അസുര ഇഞ്ചക്ഷൻ എടുക്കാൻ. പിന്നെ ആ ദിവസം ഫുള്ള് ടെൻഷൻ അടിച്ചിട്ട് പിറ്റേ ദിവസം ഫുള്ള് ബാറിലും പനിയാളും. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അമിഷൻ എടുത്തിട്ട് എന്നാലും പോട്ടാ. പിന്നെ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വന്നിട്ട് ഞാനൊരു 2 ആഴ്ച ഒരു കിടക്കലുണ്ട്. എൻ്റെ പൊന്നെ, ഒരാഴ്ച എങ്ങനെ എനിക്ക് നിൽക്കാൻ കഴിയില്ല കേട്ടോ. തല എനിക്ക് പൊന്തിക്കാൻ കഴിയില്ല. തലക്കല്ല ഫുള്ള് കുത്തിയിട്ടുണ്ടാവല്ല. തല അങ്ങോട്ട് നീക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങോട്ടും നീക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഞാൻ ഉണ്ടല്ലോ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പക്ഷേ എനിക്ക് നല്ല പെയിൻ ഉണ്ടാവും, സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇക്കെല്ലാം വിളിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എന്താ പറയുക ഇഞ്ചക്ഷൻ നാട്ടിലുണ്ടാകുമ്പോൾ കുത്തിട്ടാ. ഇതിൽ ഫസ്റ്റ് ടൈം എനിക്ക് കുത്താൻ പോയിട്ടാ. പക്ഷേ കുളക്കം ഞാൻ വേദന ഉണ്ടെന്ന് ഞാൻ പറയും, പക്ഷെ ഞാൻ ഒരു റിയാക്ഷൻ ഉണ്ടായില്ല കേട്ടോ. ഞാൻ വേദന ഇല്ലാത്ത കണക്ക് ഇക്കടെ കൂളാക്കി വെക്കും. എന്താ വെച്ചെങ്കിൽ എന്നെ കാണുമ്പോൾ അധികം ടെൻഷനാകുന്ന നിൽക്കായത് കൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ നല്ല ഭംഗി സംസാരിച്ചേക്കും. പിന്നെ ഞാനൊരു പടക്കും. എൻ്റെ പൊന്നെ, എന്താ പറയുക, അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് പനി, അത് വയറുവേദന, ഈ വേദന അത് വേദന എല്ലാം വരുന്നത് കോമൺ അറിയാം. സോ ഈ ഒരു വലിയ അസുഖം കൊണ്ട് ഞാൻ എന്ത് പറയില്ല, ഇനി എന്താക്കണം എന്നൊന്നും അറിയില്ല. ഇതിനെനിക്ക് നല്ലോണം കുറവുണ്ട് കേട്ടോ. ഈ എറണാകുളം പോയ പിന്നെ എനിക്ക് കുറേ മാറ്റമുണ്ട്. അതുകൊണ്ട് ഞാൻ ടോട്ടൽ 5 കോഴ്സ് ഉള്ളത്. ഇതിൽ 4 വട്ടം ഞാൻ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത്. പക്ഷേ 4ാമത്തേത് ഭയങ്കര സ്ട്രോങ്, ഭയങ്കര എന്ന് പറഞ്ഞെങ്കിലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഞാൻ കുത്തിരി വന്നിന്. 5ാമത്തേത് എന്നെക്കൊണ്ട് ഞാൻ ലാസ്റ്റ് ഓർത്ത് മതി, എനിക്ക് ജീവിതം മതി, ഞാൻ എന്തെങ്കിലും ഒന്ന് സൂസൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ ഉണ്ടാതെ ഇരിക്കുന്നത്. അത്ര ഡിപ്രഷൻ ഞാൻ പോയിന് കേട്ടാ. കുറേ പറഞ്ഞു ഉമ്മാനോട് അവരോട് പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞ് ലാസ്റ്റ് ഇക്കനെ കൈയും കാലെല്ലാം പിടിച്ച്. പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായി നിന്നാടെല്ലാം എനിക്ക് ഇങ്ങനെ ചിന്ത വരും, അല്ല എനിക്ക് ഈ അസുഖം ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരിക്കൽ പോയാൽ മതി, അങ്ങനെല്ലാം ചിന്തിക്കൂടാ. പക്ഷെ അതൊരു ഓപ്ഷൻ അല്ലല്ലോ. ഈ നമ്മ പെട്ടെന്ന് ഇങ്ങനെ മരിക്കുന്നുള്ള തീരുമാനം എടുത്തെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ സ്ട്രോങ് ആക്കിയിട്ട് ഇല്ല ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ പിടിച്ചിട്ട് വരും കേട്ടോ. പക്ഷേ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് വേദന സഹിക്കുന്നല്ല, നമുക്ക് അവർ നല്ല ഭംഗി ട്രീറ്റ്മെൻ്റ് എല്ലാം ആക്കും, എല്ലാം ഓക്കെ തന്നെ. പക്ഷേ നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വേദന അവരും കണ്ടിട്ട് അവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ചിന്ത എല്ലാം വരും കേട്ടോ. പക്ഷെ ഞാൻ ആ ചിന്ത വന്നെങ്കിലും അതിങ്ങനെ തട്ടിക്കളയും. സോ ഇന്നലെ നാളെ ഓക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. സോ ഇൻഷാല്ലാ ശരിയാവുമെന്ന് തോന്നുന്നു. സോ അതിനിടയിൽ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ, ആദ്യത്തെ കുറച്ച് നിർവിശേഷമെല്ലാം നിങ്ങൾ കണ്ടതിട്ട് ഞാൻ ഏതോ ഒരു റൂട്ടിൽ പോയി ഈ വീഡിയോക്കും ഞാൻ പറയുന്നതിൽ ഒരു ബന്ധമില്ല. സോ എന്ത് പറയലേ, അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട കേട്ടോ. സോ നമ്മൾ ഇത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ കണ്ണൂരിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയ പിന്നെ നമ്മൾ ഹോട്ടലിൽ തപ്പിയിട്ട് ഏതോ ഒരു ഹോട്ടലിൽ കിട്ടി. എൻ്റെ പൊന്നെ അപ്പോഴത്തേക്ക് പൈച്ച് ഗ്യാസ്ട്രിക് എല്ലാം കയറിയിട്ട് തുന്നൻ്റെ മൂടെല്ലാം പോയിട്ടാ.
അപ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ കിട്ടുന്നില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് മന്തി കിട്ടി. അപ്പോൾ വിചാരിച്ചു മന്തിയല്ല, നല്ല പനിയിൽ കഴിക്കാമെന്നല്ല പറഞ്ഞിട്ട് സെറ്റ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു നമുക്ക് കൈമ കിട്ടിയത്. കാണുമ്പോൾ എന്തൊരു മുഞ്ചായിരുന്നു, പക്ഷെ നമുക്ക് തിന്നാൻ പറ്റിയിട്ടാട്ടെ. എങ്ങനെ വെച്ചിന് അതേ കണക്ക് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് കളിച്ച് പിന്നെ അതങ്ങനെ പാർസലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാണ്. എന്നറിയില്ല, ഇന്ന് ഒരു അവിൽ മിൽക്കും കഴിച്ച്. അത് കഴിച്ചിട്ടെന്ന് പറഞ്ഞെങ്കിൽ പോയിസൺ തന്നെ. രണ്ടാമത് ഈ ചോറും കഴിച്ച് അതും വളരെ അങ്ങനെ തന്നെ. പിന്നെ പിന്നെ എന്തോ ഒരു ജ്യൂസ് കുടിച്ച് അത് കഴിച്ചിട്ട് വായിക്കൊള്ളില്ല. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഫുള്ള് കയ്പ്പ് തന്നെ. പിന്നെ അതിനിടയിൽ നമ്മൾ പോകുമ്പോൾ വേറെ റൂട്ടായിട്ട് പോയിട്ടുള്ളത് കേട്ടാ. സോ എന്ത് പറയലേ, ഞാൻ എന്തെല്ലോ പറഞ്ഞ്. സോ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ല കേട്ടാ. അതിൻ്റെ നമുക്ക് കസിനെ കൂട്ടാനുണ്ടായിരുന്നു. ഓൾ പയ്യന്നൂർ പഠിക്കുന്നില്ല. അത് ഓളെ കൂട്ടിയിട്ട് ഓളെ പെരക്കാക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നില്ലത്. ഇനി നമ്മളെ വീട് കണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനം വരും. പിന്നെ ബെഡ് കണ്ടെങ്കിൽ പിന്നെ സ്വർഗ്ഗമല്ലേ. ഇങ്ങനെ കടന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അതിനിടയിലും നമ്മൾ എന്താ അറിയില്ല, എൻ്റെ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ പോയിട്ട് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോയി ഗൈസ്.